എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് പോകാതെ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിട്ട് ഡെഡ്പൂൾ ആൻഡ് വുൾവറിൻ സിനിമ നിങ്ങൾക്ക് കാണണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇന്റർനെറ്റിൽ നിന്ന് മാറി നിൽക്കുക. കാരണം അതിന് മാത്രം നമുക്ക് ലീക്സ് ഈ സിനിമയിൽ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ എന്താണ് ഈ സാന്റിയാഗോ കോമിക്കോൺ വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് കുറേയധികം പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കുറേയധികം സീരീസുകളാവട്ടെ മൂവീസ് ആവട്ടെ ഇതിൻ്റെയൊക്കെ ന്യൂസ് തന്നെയാണ് നമ്മൾ ഈ ആഴ്ച നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ പറയാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഈ ആഴ്ച നമുക്ക് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ദുരന്തത്തിനെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. മറ്റൊന്നുമല്ല, ഹെൽ ബോയുടെ നമുക്കൊരു പുതിയ ട്രെയിലർ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച. ദ ക്രൂക്കഡ് മാൻ എന്നൊക്കെയാണ് സിനിമയുടെ പേര്. പക്ഷെ ഇത്രയും അധികം ദുരന്തമായിട്ടുള്ളൊരു ട്രെയിലർ ഒന്നും ഞാൻ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇതെല്ലാം കാണുമ്പോൾ തന്നെയാണ് നമ്മൾ ആ ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു മനുഷ്യൻ റോൺ പേൾമാനെ കുറിച്ച് നമ്മളിങ്ങനെ ആലോചിച്ച് തന്നെ പോകുന്നത്. കാരണം പുള്ളിക്കാരൻ്റെ ആദ്യത്തെ 2 സിനിമകൾ, ഹെൽബോയുടെ ആദ്യത്തെ 2 സിനിമകൾ എത്രയും കിഡിലനായിട്ടുള്ള സിനിമ തന്നെയായിരുന്നു. പിന്നീട് എന്തുകൊണ്ട് ലയൺസ് ഗേറ്റ് അതിനൊരു കണ്ടിന്യൂഷൻ നമുക്ക് തന്നിട്ടില്ല എന്നുള്ളൊരു ചോദ്യത്തിന് നമുക്കൊരു ഉത്തരം പോലും നമുക്ക് ഇതിപ്പോൾ ലഭിച്ചിട്ടില്ല. കാരണം ഇതിനു മുമ്പ് നമുക്ക് മറ്റൊരു ഹെൽബോയുടെ സിനിമ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു, അത് വൻ പരാജയം തന്നെയായിരുന്നു. ആൻഡ് ഇപ്പോൾ ഈ സിനിമ ഈ അടുത്തൊന്നും ഇത്രയധികം ദുരന്തമായിട്ടുള്ളൊരു ട്രെയിലർ തന്നെ ഞാൻ കണ്ടിട്ടുമില്ല. ആൻഡ് അത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, മറ്റൊരു ദുരന്തം തന്നെയായിരുന്നു ഫാൽക്കൺ ആൻഡ് വിന്റർ സോൾജറിനകത്ത് നമ്മൾ ആന്റണി മെക്കിയുടെ ആ ഒരു ഫാൽക്കൻ്റെ പുതിയ ക്യാപ്റ്റൻ അമേരിക്കയുടെ സ്യൂട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് പല ആൾക്കാർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ദഹിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ക്യാപ്റ്റൻ അമേരിക്കയുടെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള ദ ബ്രേവ് ന്യൂ വേൾഡിനകത്തുള്ള ഫാൽക്കൻ്റെ, അതായത് ആന്റണി മെക്കി ആണല്ലോ പുതിയ ക്യാപ്റ്റൻ അമേരിക്ക. ആൻഡ് പുള്ളിക്കാരൻ്റെ പുതിയ ഒഫീഷ്യൽ കോസ്റ്റ്യൂമിൻ്റെ ഒരു റിവീൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ആ ഒരു കോസ്റ്റ്യൂം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ കോസ്റ്റ്യൂം ആയിരുന്നോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ ക്രിസ് എവാൻസിൻ്റെ തന്നെ ആ ഒരു OG കോസ്റ്റ്യൂം ആയിരുന്നോ നിങ്ങൾക്ക് ഇഷ്ടമെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്ന തന്നെയാണ്. എന്നോട് ചോദിക്കുന്നത് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ക്യാപ്റ്റൻ അമേരിക്കയുടെ കോസ്റ്റ്യൂം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇൻഫിനിറ്റി വാറിനകത്ത് പുള്ളിക്കാരൻ ആ ഒരു താടിയൊക്കെ വെച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കുള്ള ആ ഒരു കോസ്റ്റ്യൂം തന്നെയാണ്. അതാണ് എനിക്ക് കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ആൻഡ് ഇത് മറ്റേ ആ ഒരു ഭയങ്കര വൈബ്രൻറ്റ് കോസ്റ്റ്യൂം വെച്ച് നമ്മൾ ആ ഒരു സീരീസിൽ കണ്ട വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭേദമായിട്ടുള്ളൊരു കോസ്റ്റ്യൂമായിട്ട് എനിക്ക് തോന്നി. പിന്നെ എന്താണ്, ഞാൻ ആന്റണി ആ ഒരു മാൻഡിൽ ഏറ്റെടുത്തതിൽ ഞാൻ യോജിക്കുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ, കാരണം അത് അങ്ങനെ തന്നെയായിരിക്കും. സീരീസുകളുടെ കാര്യം പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് മാർവലിൻ്റെ അടുത്തിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഷീ ഹൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മാസ്റ്റർ പീസ് ആയിട്ടുള്ള സീരീസ്. ആൻഡ് ആ ഒരു സീരീസിൻ്റെ ബാക്ക്ലാഷ് കാരണം തന്നെ ഡെയർ ഡെവൽ ഫാൻസ് തന്നെ 2 രീതിയിൽ തന്നെ ഡിവൈഡർ ആയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഡെയർ ഡെവലിൻ്റെ പുതിയൊരു സീരീസ് വരുന്നുണ്ട്, ബോൺ അഗെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ്. ആൻഡ് റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിനകത്ത് ചാർലി കോക്സ് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഷീ ഹൽക്കിന് ശേഷം എന്താണെന്ന് എനിക്കറിയില്ല, മാർവൽ ഇപ്പോൾ എന്തൊരു സജഷൻ മാർവലിനോട് പറഞ്ഞാലും അവർ ആക്ച്വലി അത് കേൾക്കാനും അവരത് ചേഞ്ചസ് ചെയ്യാനും അവർ തയ്യാറായിട്ട് തന്നെ നിൽക്കുക തന്നെയാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ നല്ലൊരു നെറ്റ്ഫ്ലിക്സ് നമ്മൾ കണ്ടിട്ടുള്ള അതേ വൈബിൽ തന്നെ നമുക്ക് മറ്റൊരു നല്ലൊരു സീരീസ് തന്നെ ആയിരിക്കും ബോൺ അഗെയിൻ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇതിനകത്തുള്ള ആക്ടറായിട്ടുള്ള ചാർലി കോക്സിൻ്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള. ഞാൻ ഇത്രയേ പറയുള്ളൂ. ഷീ ഹൽക്കിനകത്ത് കൊണ്ടുവന്നിട്ട് ഡെയർ ഡെവലിനെ അവർ ദുരന്തമാക്കിയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ആ ഒരു രീതിയിലേക്ക് എത്താതിരുന്നാൽ മാത്രം മതി എന്ന് ഞാൻ പറയുള്ളൂ. കാരണം എനിത്തിങ് ബെറ്റർ ദാൻ ദാറ്റ് എന്ന് മാത്രമാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത് തന്നെ. ആൻഡ് ഇത് പറയുമ്പോൾ തന്നെ സീരീസിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്, നമ്മുടെ നെറ്റ്ഫ്ലിക്സിൻ്റെ പുതിയ കുറേ ന്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി എടുത്തു തന്നെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഏറ്റവും കൂടുതൽ അവർ കറക്കുന്ന ഫ്രാഞ്ചൈസ് ആയിട്ടുള്ള സ്ട്രേഞ്ചർ തിങ്സിനെ കുറിച്ച് തന്നെ. ആൻഡ് സ്ട്രേഞ്ചർ തിങ്സിൻ്റെ സീസൺ 5 ഷൂട്ടിങ് ഓൾമോസ്റ്റ് 50% കംപ്ലീറ്റ് ആയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം പുതിയ സീസണിനകത്തും 8 എപ്പിസോഡായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അവർ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് നേരത്തെ എങ്ങനെയാണോ 4th സീസൺ ഇറക്കിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെയായിരിക്കും ഈ സീസണും അവർ റിലീസ് ചെയ്യാൻ പോകുന്ന ആ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ആദ്യത്തെ 4 എപ്പിസോഡിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ബാക്കി 4 എപ്പിസോഡും കൂടിയേ ബാക്കിയുള്ളൂ. സോ അടുത്ത് തന്നെ അതിൻ്റെയും ഷൂട്ടിങ് കഴിയുമെന്നാണ് നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ എക്സൈറ്റഡ് ആണോ ഇല്ലയോ, അതോ നിങ്ങൾ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ സീസൺ 4 കൊണ്ട് നിങ്ങൾ പരിപാടിയൊക്കെ നിർത്തിയോ എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാതാണ്. എന്താണെന്നറിയില്ല, മാഡം വെബിനകത്ത് അഭിനയിച്ചിട്ടുള്ള പല ആൾക്കാരും വിചാരിക്കുന്നത് മാഡം വെബ് ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് മാറി, അതൊരു സിനിമയിൽ തന്നെ ഒരു നാഴികക്കല്ലാണ് ആ ഒരു സിനിമ എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്. കാരണം റീസെൻ്റ്ലി അതിനകത്തുള്ള ആക്ട്രസ് ആയിട്ടുള്ള എമ റോബർട്ട്സൺ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓരോരുത്തരുമാണ് ഞങ്ങളുടെ ഈ ഒരു കൊച്ചു സിനിമയെ ഇത്രയും വലിയൊരു സിനിമയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി ആൻഡ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ടാങ്ക്സ് കൊടുക്കേണ്ടത് ഈ സിനിമയെ മീം ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് തന്നെയാണ്. ആൻഡ് നിങ്ങൾ ഓരോരുത്തരും ചേർന്നാണ് ഈ ഒരു സിനിമ ഇത്രയും വലിയ പോപ്പുലാരിറ്റിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നത് തന്നെ. കാരണം എന്ന് പറഞ്ഞാൽ അമ്മാതിരി മീമായിരുന്നു നമുക്ക് ഈ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം അതിനകത്തുള്ള പല കാര്യങ്ങളും കൊണ്ട് തന്നെ. സോ ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും സോണി ഇനിയും കുറേ അധികം സിനിമകൾ ഇറക്കും. കാരണം മീമേഴ്സ് കൂടി വിചാരിച്ച് നമുക്ക് ആ ഒരു സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സോണിക്ക് തന്നെ ഈസിയില്ലേ, അവർക്ക് പ്രത്യേകിച്ച് വലിയ മാർക്കറ്റിംഗ് ഒന്നും ചെയ്യേണ്ട കാര്യം വരുന്നില്ലല്ലോ.
എന്താവോ എന്തോ. കാരണം ക്രേവൺ ദ ഹണ്ടർ എന്ന് പറഞ്ഞ സിനിമ വരാനിരിക്കുന്നുണ്ടല്ലോ. അത് കൂടാതെ തന്നെ വെനം 3യും വരാനിരിക്കുന്നുണ്ട്. സോ ഇനിയിപ്പോൾ കൂടുതൽ മീംസ് നമുക്കിനി അതിൽ നിന്നായിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത് തന്നെ. ആൻഡ് അത് പറയുമ്പോൾ തന്നെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഡെഡ്പൂൾ 3യുടെ ഒത്തിരിയധികം ലീക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഡെഡ്പൂൾ 3യുടെ മാത്രമല്ല, ജെയിംസ് ഗണ്ണിന്റെയും അതുകൂടാതെ തന്നെ DC യൂണിവേഴ്സിന്റെയും പുതിയ സിനിമയായിട്ടുള്ള സൂപ്പർമാൻ്റെ ലീക്സ് നമുക്ക് ചാറ ഇപ്പോൾ ഇന്റർനെറ്റിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂപ്പർമാൻ്റെ പുതിയ കോസ്റ്റ്യൂമും കാര്യങ്ങളും എല്ലാം തന്നെ. പക്ഷെ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള മറ്റ് ലീക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഹോക്ക് ഗേളിൻ്റെ കോസ്റ്റ്യൂം അവർ ലീക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ഗ്രീൻ ലാൻഡറിൻ്റെ കോസ്റ്റ്യൂം അവർ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. നമ്മളത് കാണിക്കുന്നില്ല, ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെയായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതലും നമുക്ക് ലീക്കായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഇതെല്ലാം ബിഹൈൻഡ് ദ സീൻസ് ആയിട്ടുള്ള ലുക്സ് തന്നെയാണ്. BTS ആണ് നമുക്ക് കുറേ കൂടി ലീക്കായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് ഇങ്ങനെയാണ് ലീക്ക് പോകുന്നതെന്ന് ഇങ്ങനെ ലീക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ മിക്കവാറും നമുക്ക് വില്ലന്മാർ ആരാന്നുള്ള കാര്യങ്ങളൊക്കെ വരെ നമുക്ക് ഇപ്പോൾ അടുത്ത് തന്നെ നമുക്ക് കിട്ടും. മിക്കവാറും ഫുൾ സിനിമയുടെ BTS ലീക്കാകാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. സോ ജെയിംസ് ഗൺ കുറച്ചും കൂടി ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇനി നമ്മൾ നോക്കുന്നത് സാന്റിയാഗോ കോമിക് കോണിനെ കുറിച്ച് തന്നെയാണ്. കാരണം ജൂലൈ 25-നാണ് സാന്റിയാഗോ കോമിക് കോൺ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് തന്നെ. ആൻഡ് ഇപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കുറേയധികം പ്രൊമോഷൻ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് എസ്പെഷ്യലി എടുത്ത് പറയേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, ഫെന്റാസ്റ്റിക് ഫോറിൻ്റെ ഈ പറഞ്ഞ പോസ്റ്റേഴ്സ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് എന്താണെങ്കിലും കോമിക് കോണിനകത്ത് നമുക്ക് ലഭിക്കും എന്നുള്ളൊരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ഡൗട്ടുമില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് അവർ ഫെന്റാസ്റ്റിക് ഫോർ സിനിമ തന്നെ ഇത്രത്തോളം കൂടുതൽ അവർ ഈ കോമിക് കോണിനകത്ത് അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് തന്നെ. ഇനി എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യെസ്, ഫൈനലി നമുക്ക് പുതിയ ക്യാങ്ങിൻ്റെ അനൗൺസ്മെൻറ്റും കൂടി തന്നെ ഈ ഒരു കോമിക് കോണിൽ നമുക്ക് ലഭിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ആരായിരിക്കും ഇനി വരാൻ പോകുന്ന പുതിയ ആ ഒരു ക്യാരക്ടർ, ഈ പറഞ്ഞ ക്യാങ് ദ കോൺകർ എന്ന് പറഞ്ഞ ക്യാരക്ടറിനകത്തുള്ള ആക്ടറായിട്ട് മാർവൽ ചൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എന്താണെങ്കിൽ അവഞ്ചേഴ്സ് സിനിമയുടെയും ഏറ്റവും പുതിയ കുറേയധികം അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് മിക്കവാറും ഈ പറഞ്ഞ സാന്റിയാഗോ കോമിക് കോണിനകത്ത് തന്നെ അവർ അവഞ്ചേഴ്സ് 5 ഒഫീഷ്യലായിട്ട് അവർ അനൗൺസ് ചെയ്യും. ഇതിനു മുമ്പ് നമുക്ക് എന്താണ് ആ ഒരു ടൈം ലൈൻ നമുക്ക് അനൗൺസ്മെന്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ എന്തായിരിക്കും അവഞ്ചേഴ്സ് 5ന്റെ ഒഫീഷ്യൽ ടൈറ്റിൽ എന്തായിരിക്കും അവർ കൊടുക്കാൻ പോകുന്നത്? ആൻഡ് അത് കൂടാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത വർഷം ജാനുവരിയിൽ തന്നെ അതിൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ആൻഡ് അവഞ്ചേഴ്സ് 5ന്റെ കൂടെ തന്നെ അവഞ്ചേഴ്സ് 6ന്റെ ഷൂട്ടിങ്ങും അടുത്ത വർഷം ഫോളിലൂടെ സംഭവിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ജാനുവരി ഫോൾ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സോ മേ ബി നമുക്ക് പ്രതീക്ഷിക്കാം സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതെല്ലാം അവർ ചെയ്യുവാണെങ്കിൽ തന്നെ അവർക്ക് എന്താണെങ്കിൽ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റ് നടത്തിയേ സാധിക്കുകയുള്ളൂ. ആൻഡ് നമുക്ക് എന്താണെങ്കിലും കോമിക് കോണിന്റെ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് ഒത്തിരിയധികം അപ്ഡേറ്റ്സ് നമുക്ക് ലഭിക്കും എന്നുള്ളൊരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു ഡൗട്ടുമില്ല. സോ ഇനി നമുക്ക് നമ്മുടെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിന്റെ സെഗ്മെന്റിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ സിനിമയുടെ ഒത്തിരിയധികം ലീക്സ് നമുക്ക് ഇപ്പോൾ സംഭവിക്കാൻ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് റീസെന്റ് ഒരു റിപ്പോർട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സിനിമയുടെ 40 മിനിറ്റ് സത്യം തന്നെ ലീക്കായി എന്നുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ അത് എങ്ങനെയാണ്, ഏത് സോഴ്സിൽ വഴിയാണ് ലീക്ക് ആയിട്ടുള്ളത്? പക്ഷെ ഞാൻ ഇത്രയാണ് ആലോചിക്കുന്നുള്ളൂ. കാരണം ഈ 40 മിനിറ്റ് ഒക്കെ വെച്ച് അവർ എന്തിന് ലീക്ക് ചെയ്യുന്നത്? ലീക്ക് ചെയ്യണം അങ്ങനെയാണ് ഫുൾ സിനിമ അങ്ങോട്ട് ലീക്ക് ചെയ്താൽ പോരെ. കാരണം ഈ 40 മിനിറ്റ് ലീക്ക് ചെയ്തിട്ട് കാണുന്നവനും ഒന്നും മനസ്സിലാവില്ല, ബാക്കിയുള്ളവർ സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടൊക്കെ ഇറക്കുന്നത് പോലെയായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അതുകൊണ്ട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഒത്തിരി ലീക്സ് നമുക്ക് എന്താണെങ്കിലും ഇനിയിപ്പോൾ അടുത്ത് തന്നെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് തന്നെയാണ്. കാരണം സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഏകദേശം കുറച്ച് ആഴ്ചകൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങളുടെ എക്സ്പീരിയൻസ് നശിപ്പിക്കേണ്ടെന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എങ്കിൽ മാക്സിമം ഇന്റർനെറ്റിൽ നിന്ന് മാറി നിൽക്കുമെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം ഡെഡ്പൂൾ എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡ് പോലും സെർച്ച് ചെയ്യാതിരിക്കുമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അമ്മാതിരി രീതിയിലുള്ള ലീക്സ് ആണ് നമുക്ക് ലഭിക്കുന്നത്. സോ സിനിമയുടെ 40 മിനിറ്റ് ലീക്ക് ചെയ്തതിനുള്ള ആ ഒരു ന്യൂസ് മാറ്റി വെച്ചിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള മറ്റൊരു വലിയൊരു ലീക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊന്നുമല്ല, ഡെഡ്പൂളിനകത്ത് നമുക്ക് എന്താണെങ്കിൽ വൂൾവറിന്റെയും ഹൾക്കിന്റെയും ഒരു ഫേസ് ഓഫ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, കോമിക്സിനകത്ത് പല പ്രാവശ്യങ്ങളും ഇവർ സത്യം പറഞ്ഞാൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിനകത്തൊരു ഐക്കോണിക് ആയിട്ടുള്ളൊരു സീൻ തന്നെയായിരുന്നു ഹൾക്ക് വൂൾവറിനെ എടുത്ത് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സീനൊക്കെ തന്നെ. സോ ഇതെല്ലാം വെച്ച് തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഹൾക്ക് ഈ സിനിമയ്ക്കകത്തോണ്ട് ഇവർ തമ്മിയിട്ട് ഫൈറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ ഞാൻ ഇത്രയും പറയുള്ളൂ.
സ്പോയിലേഴ്സ് ഒത്തിരി വരും. മാക്സിമം സ്പോയിലേഴ്സിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് നിൽക്കാൻ തന്നെ ശ്രമിക്കുക. ഞാനായിട്ട് നിങ്ങളെ ആരെയും സ്പോയിൽ ചെയ്യാൻ പോകുന്നില്ല. അത് എൻ്റെ ഏറ്റവും വലിയൊരു ഉറപ്പാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഏതൊരു വീഡിയോ ചെയ്യുവാണെങ്കിൽ തന്നെ നമ്മൾ അതിനകത്ത് മാക്സിമം സ്പോയിലർ ഒരു രീതിയിലും നമ്മൾ കൊണ്ടുവരാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ആ ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നത് തന്നെയായിരിക്കും. കാരണം എനിക്കും അറിയാവുന്നത് തന്നെയാണ്. കാരണം എത്രത്തോളം നമ്മൾ ഓരോരുത്തരും വെയിറ്റ് ചെയ്തിരിക്കുക തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എന്നുള്ളൊരു കാര്യം തന്നെ. കാരണം മാർവലിൻ്റെ ജീസസ് ആണ് വരാൻ പോകുന്ന, കുറച്ച് ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ. സോ നമുക്ക് പ്രതീക്ഷിക്കാൻ നല്ലൊരു സിനിമയാകട്ടെ എന്നുള്ളൊരു കാര്യം തന്നെ. സോ ഇതെല്ലാം തന്നെയാണ് ഈ ആഴ്ചയിലുള്ള ന്യൂസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള സംഭവം തന്നെ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ഇതിനകത്ത് ഏതൊരു ന്യൂസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടുള്ളത്? ആൻഡ് ബാക്കിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാവുന്നത് തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാവുന്നത് തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.